ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റീഡിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഊർജം, ഒരു അനുഗ്രഹമായി നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ വലിയൊരു സംസാരം രീതികളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വിജയമാണോ എന്ന് വെച്ചാൽ അതുമല്ല, എന്നാൽ ഭയങ്കര പരാജയമാണോ എന്ന് വെച്ചാൽ അതുമല്ല. ആ ഒരു രീതിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം, നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഈ 2 കാർഡ്സ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ റിന്യൂവൽ ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എന്നേക്കുമായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങളുമായിട്ട് വലിയൊരു വാക്ക് തർക്കം, പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന സാഹചര്യമായിരിക്കാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി കുളം തോണ്ടി പ്രശ്നങ്ങളാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇത്രയും കാലം ഒരു സ്വന്തമായിട്ട് അഭിപ്രായം പറയാതെ, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയാതെ, ചിന്താഗതി ഇല്ലാതെയാണ് മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം എപ്പോഴും മറ്റുള്ളവർക്ക് ഹേർട്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമാകും എന്ന് വിചാരിച്ചിട്ട് ഈ വ്യക്തി പല കാര്യങ്ങളും തുറന്നു പറയാതെ എല്ലാത്തിനോടും സമ്മതം മൂളിക്കൊണ്ട് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും മുന്നോട്ട് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. റിന്യൂവൽ എന്ന് പറയുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ടൊക്കെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല, ഇതിനൊരു പുതിയ തുടക്കം കൂടിയേ തീരൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത കാർഡ് നോക്കുകയാണെങ്കിൽ ആൻഡ് ഓൾസോ നമുക്ക് നേരെ പിടിച്ചിട്ട് നമുക്ക് ആ ഒരു എനർജി എന്താണെന്ന് നോക്കാം. ഇന്റൻഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്. കാരണം ആ ഒരു ഫസ്റ്റ് കാർഡിനോട് ഏകദേശം സൗമ്യമായിട്ടുള്ള രീതിയിൽ, ഏകദേശം സാദൃശ്യം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സെക്കൻഡ് കാർഡും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ പോലും പലപ്പോഴും ഈ പേഴ്സണോട് പറയുന്നുണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കണം, അഭിപ്രായം പറയേണ്ടടുത്ത് അഭിപ്രായം പറയണം, തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെ നിങ്ങൾ പല പ്രാവശ്യം ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്നില്ല. മനസ്സിലായോ? കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരുന്നില്ല, കൃത്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് മറ്റു പലവരെയും, അല്ലെങ്കിൽ ഭൂരിഭാഗം ചുറ്റിനുള്ള ആൾക്കാരെയും നല്ല രീതിയിൽ പേടിയായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ചിലപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടുകാർ തന്നെയായിരിക്കും തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ട് വീട്ടുകാരോട് എന്താ പറയാ, എതിർപ്പ് കാണിക്കാനും അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സേഫ് ആയിട്ടാണ് പ്ലേ ചെയ്തിരുന്നത്, സേഫ് സോണിൽ നിൽക്കാം. പക്ഷെ ആ ഒരു ചിന്താഗതി എല്ലാം ഇപ്പോൾ മാറ്റി വെച്ചുകൊണ്ട്
ഇപ്പൊ സ്വന്തം അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ എന്താണോ അത് തുറന്നു പറയുകയും ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലായിക്കോട്ടെ, ഈ പേഴ്സന്റെ മുന്നിലായിക്കോട്ടെ, ഒരുപാട് അനീതികൾ നടന്നിട്ടുണ്ട്. അതായത് ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അത് കൂടുതലും ശത്രുക്കളിൽ നിന്നായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പേഴ്സൺ അതിനോട് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനോട് എതിർക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഓക്കെ, മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാം, എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഈ വ്യക്തി സ്വന്തമായി അഭിപ്രായം പറയുന്ന ഒരു തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് യൂണിവേഴ്സ് വി ആർ ഓൾ ജസ്റ്റ് സ്റ്റാർ ഡസ്റ്റ്. യെസ്, അപ്പോൾ യൂണിവേഴ്സ് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ ഈ വ്യക്തി വേണ്ടത്ര സ്പിരിച്വാലിറ്റിയിലല്ലായിരുന്നു. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയും യൂണിവേഴ്സിൽ നിന്നും പലതരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോലും ആ ഒരു വ്യക്തി എന്തുദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ്, അവർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഇത് തിരിച്ചറിയാനുള്ള പ്രത്യേക ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരുന്നു. കാരണം നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ ഏതാനും ചില കർമ്മഫലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് പല കാര്യങ്ങളും മനസ്സിലാകില്ലായിരുന്നു. ശത്രുക്കൾ അടുത്തു കൂടിയാലും അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് ഈ വ്യക്തിക്ക്, അതായത് ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തിരിച്ചറിവുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് സ്വപ്നത്തിലൂടെ ആയിരിക്കാം, ജ്ഞാനത്തിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആത്മീയ യാത്രയിലായിരിക്കാം, സ്പിരിച്വാലിറ്റിയിലൂടെ ആയിരിക്കാം. അതുകൊണ്ട് യൂണിവേഴ്സ് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ ശക്തമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി പുറത്തേക്ക് പറന്നുയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പേഴ്സൺ ആദ്യമൊക്കെ ഒരു സേഫ് ആയിട്ടാണ് പ്ലേ ചെയ്തിരുന്നത്. ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകാം, ചില വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ പാരൻസിനെ എതിർക്കാൻ വയ്യ, അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കാൻ വയ്യ, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, സേഫ് ആയിട്ട് മുന്നോട്ട് പോകാം. അതായത് ആരെയും വെറുപ്പിക്കാതെ എല്ലാവരും പറയുന്നത് കേട്ടനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോ അത് ശരിയല്ല എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചട്ടക്കൂടുകളിൽ നിന്നും, അല്ലെങ്കിൽ അത്തരം ബന്ധനങ്ങൾ, അത്രയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത്രയും അന്ധവിശ്വാസങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനാണ്, സ്വാതന്ത്ര്യം കിട്ടി പറന്നുയരാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോ ഈ വ്യക്തി നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ അല്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലീസിങ് ദ ഡിഫിക്കൽട്ടീസ് ആണ്. അതായത് ഇവിടെ ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വ്യക്തികളും സാഹചര്യങ്ങളും എന്തൊക്കെയാണോ അതുമായിട്ട് ഇനി യുദ്ധം ചെയ്യാനോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനോ ഇനി ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഇത്രയും കാലം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മനോഭാവമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടുകൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും മാറിയിട്ട് അത് റിലീസ് ചെയ്തിട്ട് അതിനെ മാറ്റി നിർത്തിയിട്ട് തൻ്റെതായിട്ടുള്ള സേഫ് ആയിട്ടുള്ള വഴി, അല്ലെങ്കിൽ തനിക്ക് നല്ലത് വരുന്ന ആ ഒരു വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാം, തൻ്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം, തൻ്റെ ജീവിതം എങ്ങനെ വിജയത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതൊരു എനർജിയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗണപതിനെയാണ് കിട്ടിയിട്ടുള്ളത്. അത് ബാലഗണപതിയും ആകാം, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ഗണപതിയും ആകാം. അതായത് ഇതിൽ പലരും ബാലഗണപതിനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം,
അല്ലെങ്കിൽ സാധാരണ ഗണപതിനെ അല്ലെങ്കിൽ ദൃഷ്ടി ഗണപതിനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, ഗണപതിയുടെ രൗദ്രഭാവങ്ങളെ രൗദ്രഭാവത്തിനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, മന്ത്രങ്ങൾ ജപിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ നല്ല രീതിയിലുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ട്രസ്റ്റ് ചെയ്യാനാണ് ഗണപതി ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇത് എന്തിലേക്ക് പോയാലും സ്വാതന്ത്ര്യത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഈ ഒരു ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തിലേക്ക് പോയാലും അതൊരു സ്വാതന്ത്ര്യത്തിലേക്കാണ് പോകുന്നത്, വിജയത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ 5 ഓഫ് മിഖായേൽ ആണ്. മിഖായേൽ ഏഞ്ചലിന്റെ സാന്നിധ്യമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ, യെസ്, റിലീസ് യുവർ അറ്റാച്ച്മെന്റ് ടു ദ ഔട്ട്കം, കൺസിഡർ ടേക്കിംഗ് മോർ അപ്ലിഫ്റ്റിംഗ് അപ്രോച്ച്. അതായത് ഉയരത്തിലേക്ക് പറക്കാനാണ് മിഖായേൽ ഏഞ്ചൽ പറയുന്നത്. എന്താണോ നിങ്ങളെ താഴോട്ട് വലിക്കുന്നത്, എന്താണോ നിങ്ങളെ പരാജയപ്പെടുത്തുന്നത്, അത് റിലീസ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിക്കൂ, ഉയരത്തിലേക്ക് പറന്നുയരൂ, ഉയരത്തിലേക്ക് നോക്കൂ. ഇതാണ് മിഖായേൽ പറയുന്നത്. അപ്പൊ ഈ രണ്ട് എനർജി, ഒന്ന് ഗണപതി ഭഗവാനും രണ്ട് നമ്മുടെ മിഖായേൽ ഏഞ്ചലുമാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ആ ഒരു സാന്നിധ്യം, ആ ദൈവങ്ങളുടെ ആ ഒരു ഏഞ്ചലിന്റെയും സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ, ഏതെങ്കിലും ഒരു ശക്തിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. മേ ബി ഓക്കെ, ഇല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.